വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. വിടുതൽ നൽകുന്ന ഒരു സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 ബാലന്മാരെ തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞു. മാത്രമല്ല, ഈ ചൂള 7 മടങ്ങ് ചൂട് കൂട്ടിയിരിക്കുന്നതാണ്. വളരെ ശക്തമായ ചൂടിലാണ് ഇവർ അകപ്പെട്ടത്. എന്നാൽ ഏകനായ ദൈവം, ഉയരുകയും കുതിക്കുകയും സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം ചൂളയിലിറങ്ങി ചൂളയിലെ സ്തോത്രം ചൂടിനെ കെടുത്തിയ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ നമ്മൾ 3 പേരെയായിരുന്നു ആണെന്നുള്ളൂ ഇട്ടത്. എന്നാൽ അതിനകത്ത് ഒരുവനെയും കൂടെ കാണുന്നു. ദൈവ ദൂതന് തുല്യമായ തേജസ്സുള്ള ഒരാളെ കാണുന്നു. അവർ അതിശയിച്ചു പോയി. കാരണം സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങിയതാണ്. ശത്രുക്ക് മേശക്ക് അബദനഹോയെ അവരെ വിടുവിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം, യഹോവയായ ദൈവം അവിടെ ഇറങ്ങി. നിത്യനായ ദൈവം അവിടെ ഇറങ്ങി. സർവശക്തനായ ദൈവം ഇറങ്ങി. അല്ലെങ്കിൽ യേശു ക്രിസ്തു ആ തീച്ചൂളയിൽ ഇറങ്ങി വിടുവിച്ചു. എന്തിനാണ് അവരെ വലിച്ചെറിഞ്ഞത്? പ്രൊഫസറോട്, രാജാവിൻ്റെ സ്വരൂപത്താൽ നിർമ്മിച്ച ബിംബത്തെ നമസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തീച്ചൂളയിൽ തള്ളിയിടണമെന്ന് ഒരു ഉടമ്പടി അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഈ ബാലന്മാർ ഒരുമിച്ച് നിന്ന് പറഞ്ഞ്, ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും പ്രൊഫസറാമേ, രാജാവ് നിർമ്മിച്ചതായ ഈ ബിംബത്തിൽ ഞങ്ങൾ മുട്ടുകുത്തി ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്ന് അവരൊരു തീരുമാനമെടുത്തു. പ്രൊഫസറാമേ, സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, സർവശക്തനായ ദൈവമെന്ന്, യഹോവ എന്ന്, യേശു എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ പ്രൊഫസറാമേ അവർ പറഞ്ഞത്, പ്രൊഫസറാമേ ഹല്ലേലൂയ, ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഒരു തീരുമാനമാണ്. കാരണം തീയിൽ വെന്ത് പോന്നി പോകട്ടെ എന്നാണ് അവരുടെ തീരുമാനം. പ്രൊഫസറാമേ, സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണോ പ്രിയരെ? പ്രൊഫസറാമേ, ദൈവം ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും പ്രൊഫസറാമേ, എല്ലാവരും തള്ളിയാലും തള്ളിയില്ലെങ്കിലും പ്രൊഫസറാമേ, എല്ലാവരും ഉപേക്ഷിച്ചില്ലെങ്കിലും ഹല്ലേലൂയ പ്രൊഫസറാം, ജീവിക്കുവാൻ ഒന്നുമില്ലെങ്കിലും ഉണ്ടായാലും പ്രൊഫസറാമേ, എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് ആരാധിക്കും, ഞാൻ ദൈവത്തെ തള്ളിക്കളയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് സ്തോത്രം ദൈവത്തിൻ്റെ വിജയം അവിടെ സംഭവിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാന്റെ ചരിത്രത്തിൽ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു പ്രൊഫസറാം. എന്നാൽ വെന്തുപോയില്ല പ്രൊഫസറാം, പൊള്ളിപ്പോയില്ല പ്രൊഫസറാമേ. എണ്ണയുടെ ചൂട് കെടുത്തിയ ദൈവമാണ്. ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ നൽകുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുതിക്കണം പ്രൊഫസറോട്. ഇവിടെ പ്രൊഫസറാമേ പറഞ്ഞ വിഷയം, ഈ 3 ബാലന്മാർ അവർ ചെയ്ത കുറ്റം എന്താണ്? അവർ പ്രൊഫസറാമേ രാജാവ് നിർമ്മിച്ച ബിംബത്തിൽ നമസ്കരിച്ചില്ല. അതാണ് അവർ ചെയ്ത കുറ്റം. അവർ കൊലപാതകങ്ങളോ ലോകത്തെ മനുഷ്യനെ പ്രൊഫസറിനെ കൊല്ലുകയോ നരഭോജികളായ മനുഷ്യനെ കൊന്നു തിന്നുകയോ ഒന്നും അവർ ചെയ്തില്ല. സ്തോത്രം. എന്നാൽ അവർ ചെയ്ത ഒന്നേയുള്ള, രാജാവ് നിർമ്മിച്ച ബിംബത്തിൽ അവർ കമന്ന് വീണില്ല. അതുകൊണ്ടാണ് അവരെ തീച്ചൂളയിൽ തള്ളിയിട്ടത്. എന്നാൽ ദൈവം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. പ്രൊഫസറാമേ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രൊഫസറാമേൻ വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഇറങ്ങി നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. പ്രൊഫസറോട്, അവന്റെ കരം കുറുകിയിട്ടില്ല. വചനം അയച്ച് വിടുവിക്കുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അയച്ച് തൊട്ട് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ബന്ധനങ്ങളെ സ്തോത്രം അഴിക്കുന്ന ദൈവം,
കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവം, ജാതീയ മണ്ഡലങ്ങളെ തകർക്കുന്ന ദൈവം, സൂത്രപ്രയോഗം, ആഭിചാര മണ്ഡലങ്ങളെ നമുക്കെതിരായി തൊടുത്തുവിടുന്ന സകല മണ്ഡലങ്ങളെ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അഴിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്. സ്വർഗം നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പ്രൈസ് ദി ലോർഡ് 3 ബാലന്മാർ, ഹല്ലേലൂയ, അവർ ദൈവത്തിൻ്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞു. അവർ വിചാരിച്ചു മരിച്ചു പോകുമെന്ന്. പക്ഷേ ദൈവം വിടുവിച്ചില്ലെങ്കിൽ അവർ നിമിത്തത്തിൽ അവർ പ്രൈസ് ദി ലോർഡ് നമസ്കരിക്കില്ല എന്നൊരു തീരുമാനമായിരുന്നു. ആ അതിശയകരമായി അവർ ചിന്തിക്കാത്തതിനപ്പുറമായി ദൈവം ഇറങ്ങി അവരെ വിടുവിച്ചു. ഈ ദൈവത്തെ നമുക്ക് എത്രമാത്രം സ്തുതിച്ചാലും മതി വരില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇവരെ കൊണ്ടുപോയവർ, മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഈ ചൂട് തട്ടി, അതായത് ഇവരെ എടുത്തുകൊണ്ട് ചുള്ളിലേക്ക് എറിയാൻ കൊണ്ട് ചെന്നവർ ചൂട് തട്ടി വെന്ത് മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വെളിയിൽ നിന്നാലും ഈ ചൂട് തട്ടിയാൽ ഏറ്റവും മരിച്ചു പോകുന്ന അനുഭവമാണ്. ഈ ചൂടിൻ്റെ ശക്തി എത്രയാണ് കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകൾ അനുഭവിക്കുന്ന പ്രിയജനമായ സ്തോത്രം. ദൈവം ഹല്ലേലൂയ നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്നെ വിടുവിക്കും. ദൈവം നിന്നെ സഹായിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ കരം ഇവിടെ 3 ബാലന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമാണ്. ജോസഫ് പ്രൈസ് ദി ലോർഡ് 14 വർഷമാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ് രാജാവിൻ്റെ ഭാര്യ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ഈ മനുഷ്യൻ എന്നെ കടന്നു പിടിച്ചു, അതിൻ്റെ കുറ്റം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശിക്ഷയാണ് ജോസഫ് അനുഭവിച്ചത് എന്നാണ് ഈ ഭാര്യയുടെ വാക്ക് കേട്ടാണ് ജോസഫ് 14 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ ഒരുപക്ഷെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഈ പ്രൈസ് ദി ലോർഡ് രാജാവിൻ്റെ ഭാര്യയെ കടന്ന് പിടിച്ചിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരാത്ത അനുഭവം വന്നാനെ. പക്ഷെ അത് കളഞ്ഞിട്ടോടി. ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ ഈ 14 വർഷം കാരാഗൃഹത്തിൽ കടന്നെങ്കിലും തെറ്റ് ചെയ്യാത്ത നീതിമാനായ ജോസഫ് പ്രൈസ് ദി ലോർഡ് തെറ്റ് ചെയ്യാതെ 14 വർഷം കാരാഗൃഹത്തിൽ കടന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവനിലുണ്ടായിരുന്നു. സ്തോത്രം. നാം ചെയ്യാത്ത തെറ്റുകൾ ചെയ്തെന്ന് പറഞ്ഞ് പലരും നമ്മെ മുദ്ര കുത്തുമ്പോൾ സ്തോത്രം അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ച് വിടുവിക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ അത് വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരുപക്ഷെ പ്രൈസ് ദി ലോർഡ് ജോസഫ് പ്രൈസ് കുറ്റം ചെയ്തിരുന്നെങ്കിൽ അവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പുറത്തു വരാത്ത രീതിയിലായാൻ. എന്നാൽ ദൈവം സത്യം അറിഞ്ഞു മനസ്സിലാക്കി ദൈവം അവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഈ യേശുക്രിസ്തുവിൻ്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് യോസേഫും കടന്നുപോയത്. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, എന്നാൽ നല്ല കുറ്റവാളി എന്ന് ചമിച്ച് ഹല്ലേലൂയ ക്രൂശിൽ ഹല്ലേലൂയ 2 കള്ളന്മാരുടെ നടുവിൽ സ്വയം അല്ലെങ്കിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് സ്വയം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവം ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഓർക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നാം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അവൻ ജീവൻ നൽകി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഏദേൻ തോട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആത്മാവ് മരണം സംഭവിച്ചു. അവിടെ ഒരു ആത്മീയ മരണം നൽകി, അല്ലെങ്കിൽ ആത്മീയ മരണം സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? കനി പറിച്ചു തിന്നപ്പോൾ, യാതൊരു സംശയമില്ല, കനി പറിച്ചു തിന്നപ്പോൾ അവരുടെ ആത്മീയം മനുഷ്യൻ മരിച്ചു. എന്നാൽ പ്രൈസ് ദി ലോർഡ് 1 തേജസ് നഷ്ടപ്പെട്ട് 2 ആത്മീയ മരണം സംഭവിച്ചു. എന്നാൽ ക്രിസ്തുവിൽ നമുക്ക് പ്രൈസ് ദി ലോർഡ് തേജസ്സും നൽകുന്നു. ആ പ്രൈസ് ദി ലോർഡ് മരിച്ചുപോയ മനുഷ്യന് ജീവൻ നൽകുന്നു. അതാണ് പത്രോസ് പറഞ്ഞത്,
നാഥാ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലാണല്ലോ. പ്രൈസലാമേ. എന്ന് പറഞ്ഞാൽ പ്രൈസലാമേ, മരിച്ചുപോയ മനുഷ്യന് ജീവൻ നൽകുവാനാണ് മറുവിലയായി ദൈവം ജീവൻ നൽകി, നമുക്ക് ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഏതേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട സകല കൃപാവരങ്ങളും അല്ലെങ്കിൽ കൃപകൾ എല്ലാം പ്രൈസലാമേ ക്രിസ്തു നമുക്ക് നൽകുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികളും വ്യവസ്ഥകളും ദൈവത്തിൻ്റെ ആലോചനകളെ നാം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, യാതൊരു സംശയമില്ല, ദൈവാത്മാവ് നമ്മെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ നമുക്കായി, സ്തോത്രം, മരിച്ചെങ്കിൽ നമുക്കായി ജീവിച്ചു. ഏതേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രൈസലാമേൻ ഹല്ലേലൂയ ആത്മ മനുഷ്യന് ദൈവം ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. അതാണ് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുന്നത് എന്ന് പറഞ്ഞാൽ, ആത്മീയ മരണം സംഭവിച്ച സ്ഥാനത്ത് പുതിയ ദൈവ ആത്മാവിനെ നമുക്ക് നൽകി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു. പഴയതൊഴിഞ്ഞു പോയി പുതിയതായിത്തീരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഞാൻ നിന്നോട് പറയുന്ന, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ ജനനം, ഹല്ലേലൂയ, ആദാമിൻ്റെ ഹല്ലേലൂയ കാലഘട്ടത്തിൽ ആദാൻ പാപം ചെയ്തു, ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ പുതിയതായി ജനിക്കുവാൻ ദൈവം നമുക്ക് ആത്മാവിൽ ഒരു ദൂത് ദൈവം നിക്കോദോമോസിനോട് പറഞ്ഞു. പ്രൈസലാമേ. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? പ്രൈസലോ, വലിയ പുരോഹിതനാണ്, വലിയ പണ്ഡിതനാണ്, എന്നാൽ സ്വത്ത് തനിക്ക് മനസ്സിലായില്ല. അതായത് ക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ ജനനമുണ്ട്. അതായത് പാപത്താൽ മരിച്ചുപോയ വ്യക്തിക്ക് പുതിയൊരു ജീവൻ ദൈവം നൽകുകയാണ്, നിത്യജീവൻ. പ്രൈസലാമേ. ക്രിസ്തു, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് ആദാമിയ മനുഷ്യൻ പാപം ചെയ്ത് മരിച്ചപ്പോൾ ക്രിസ്തുവിൽ പുതുജീവൻ നൽകുകയാണ്. അതുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ച് പറയുന്നു. ഹല്ലേലൂയ. ശമരിയ സ്ത്രീയോട് പറഞ്ഞ, ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, അല്ലെങ്കിൽ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ആത്മാവിൽ പ്രൈസലാമേ ദൈവത്തെ ആത്മ മനുഷ്യനായി, ഒരു പുതുക്ക മനുഷ്യനായി, ഒരു പുതുമനുഷ്യനായി, സ്തോത്രം, നമ്മെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതൊഴിഞ്ഞു പോയി പുതിയതായിത്തീരുന്നു. സ്തോത്രം. ഒരു ആത്മ മനുഷ്യനാക്കി മാറ്റിയിരിക്കുകയാണ്. പാപം നിറഞ്ഞ ലോകത്തിൽ പ്രൈസലാമേ കർത്താവ് നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. ഏതേനിൽ ആത്മാവ് പാപം ചെയ്ത് മരിച്ചപ്പോൾ ക്രിസ്തു ഹല്ലേലൂയ നമുക്ക് ജീവൻ നൽകുന്നു. അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പ്രൈസലാമേ ഹല്ലേലൂയ സാത്താൻ്റെ തല തകർത്തുകൊണ്ട് മൂന്നാം ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ നമുക്ക് ജീവൻ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഈ ജീവൻ നൽകുന്നത്. പ്രൈസലാമേ ഹല്ലേലൂയ. എല്ലാവർക്കുമില്ല. ക്രിസ്തുവിനെ നീ അംഗീകരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ നീ ഏറ്റെടുക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി നീ ഏറ്റെടുക്കുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നെങ്കിൽ, സ്തോത്രം, നീ നിത്യജീവനായി മാറുകയാണ്. പ്രൈസലാമേ സ്തോത്രം. അതുകൊണ്ട് ആദാമിൻ്റെ പാപത്താൽ അവിടെ ആത്മ മനുഷ്യൻ മരിച്ചു, ഒരു ആത്മീയ മരണം സംഭവിച്ച്. 2, ക്രിസ്തുവിൽ നമുക്ക് ആത്മ മനുഷ്യനെ വീണ്ടും തരികയാണ്. അതായത് തിരിച്ചു തരികയാണ്. നഷ്ടപ്പെട്ടു പോയ, മരിച്ചുപോയ ആത്മ മനുഷ്യനെ വീണ്ടും ക്രിസ്തു നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് തൻ്റെ ഏകജാൽപുത്രൻ വിശ്വസിക്കാൻ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതായത് നിത്യജീവൻ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ഒരു ജീവനായിരുന്നു സ്തോത്രം ഏതേൻ തോട്ടത്തിൽ ആദ്യം കൊടുത്തത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ആത്മീയ മരണം സംഭവിച്ചു. ഇപ്പോൾ ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കുമ്പോൾ, ഞാനും നീ വിശ്വസിക്കുമ്പോൾ, സ്തോത്രം,
ഹല്ലേലൂയ, പുതുമനുഷ്യനായി, ഒരു നിത്യജീവനായി, ഒരു നഷ്ടപ്പെട്ടു പോയ ആ ആത്മമരണം പ്രൈസലോ അത് ജീവൻ നൽകുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രൈസലോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം. പ്രൈസലോ നമുക്കൊരു പുതു മനുഷ്യനുണ്ട്. ആദാവ് മരിച്ചെങ്കിൽ ക്രിസ്തുവിൽ നാം ജീവിക്കുകയാണ്. ആദ്യ മനുഷ്യൻ മരിച്ചെങ്കിൽ ആദ്യ മനുഷ്യനായ യേശു ക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. സ്തോത്രം. നിത്യജീവൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ നൽകിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രൈസലാമെ, നഷ്ടപ്പെട്ടു പോയതായ ഏതേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതുപോയ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകുകയാണ്. എനിക്കും നിനക്കും നൽകുകയാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുക. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.